ഓഫീസിലൊരു ചിന്ന ഓണപ്പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ഓഫീസിൽ ഓണപ്പരിപാടിയായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത്. ഫസ്റ്റ് ഡേ ഇനാഗുറേഷൻ, പിന്നെ കുറച്ച് ഇവൻറ്റ്സ്, അതൊക്കെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ലോകത്ത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം മറ്റു ഉത്സവങ്ങളെക്കാളെല്ലാം ഒരു ഒന്നൊന്നര പടി മുകളിലായി നിൽക്കുന്നതാണ് നമ്മുടെ തിരുവോണം. സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ മാറി ഒന്നിച്ച് ചിരിച്ചും നൃത്തം ചെയ്തും ആർപ്പു വിളിച്ചും കൂട്ടുകൂടാൻ ഇത്തവണ മാൻഡിൽ സൊല്യൂഷൻസ് തുമ്പപ്പൂ 2025 ഓണാഘോഷം നമ്മൾ കുറച്ച് നേരത്തെ നടത്തുകയാണ്. അപ്പൊ എല്ലാവരും ഓണം മൂഡിലേക്കൊക്കെ എത്തിയോ? എത്തില്ലാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ. താങ്ക് യു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കേരളത്തിന്റെ സ്വന്തം മഹോത്സവം, നമ്മുടെ ഏവരുടെയും സ്നേഹത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമായ ഓണാഘോഷത്തിലേക്ക്, മാൻഡിൽ തുമ്പപ്പൂ 2025 നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്ന ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓണപ്പാട്ട് കോമ്പറ്റീഷൻ, പിന്നെ തിരുവാതിര, മലയാളി മങ്ക, മലയാളി ശ്രീമാൻ, അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റി കോമ്പറ്റീഷൻ ഉണ്ടായി. മലയാളി മങ്കയും ശ്രീമാനും ഒക്കെ ആദ്യമായിട്ടായിരുന്നു കേട്ടോ, വെറൈറ്റി ആയിരുന്നു അത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു വടംവലി, കലം തല്ലിപ്പൊട്ടിക്കൽ, അങ്ങനെയുള്ള ഔട്ട്ഡോർ ഇവൻറ്റ്സ്. ഇപ്പോൾ ഡേ 1 നടന്ന ഇവൻറ്റ്സിൻ്റെയൊക്കെ ചെറിയൊരു ക്ലിപ്പും ചെറിയൊരു സോങ്ങിൻ്റെ പോർഷനും മാത്രമേ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമോ, ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഫുൾ ലെങ്തിൽ സോങ്ങൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വരുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് കാരണം ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്ത് പോകുന്നുള്ളൂ. സോങ് ഇല്ലാതെ ക്ലിപ്പ് മാത്രം ഇടാൻ വയ്യ, ഒരു രസമില്ല. അത് കാരണം ചെറിയൊരു പോർഷൻ സോങ്ങും ക്ലിപ്പും മാത്രമായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് പോകുന്നുള്ളേ. ഈ ഇവൻറ്റ്സൊക്കെ ഡേ 1 ആഫ്റ്റർനൂണിന് ശേഷം നടന്ന ഇവൻറ്റ്സാണ് ഇതൊക്കെ. കലം തല്ലി പൊട്ടിക്കലും വടംവലിയൊക്കെ ആയിട്ട്. വടംവലിയൊക്കെ പറയേണ്ട ഒരു രക്ഷയില്ല, വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു നമ്മളെ പിള്ളേർ കാഴ്ചവെച്ചത്. അപ്പോൾ 2ാമത്തെ ദിവസം നമുക്ക് സാരിയാണ് കേട്ടോ. 2 ദിവസവും ട്രഡീഷണൽ വെയർ തന്നെയായിരുന്നു, പക്ഷെ 2ാമത്തെ ദിവസമാണ് ഞാൻ സാരി കൊടുത്തത്. അപ്പോൾ ആ 2ാമത്തെ ദിവസം വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത്തപ്പൂക്കളം കോമ്പറ്റീഷൻ, പിന്നെ ഓണസദ്യ, പിന്നെ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയായിരുന്നു കേട്ടോ 2ാമത്തെ ദിവസം. ഡേ 2 ചെന്നപാടെ നമ്മുടെ അത്തപ്പൂവിൻ്റെ പൂ സെറ്റ് ചെയ്യണ പരിപാടിയായിരുന്നു കേട്ടോ. അതിങ്ങനെ ഇതളറുത്ത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് കാണാനൊരു ഭംഗി വേണ്ടി ആ രീതിക്ക് സെറ്റ് ചെയ്ത് തലേദിവസം രാത്രി കുറച്ച് പേരിരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്തു കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്തു. ഇതിപ്പം ഞങ്ങൾ രാവിലെ ചെന്നിട്ട് അതിൻ്റെ തിരക്കിലാണ്. കുറേ പൂക്കൾ നമ്മൾ മേടിക്കില്ല, അതെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് പേര് അത്തപ്പൂവിൻ്റെ ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെ തിരക്കിൽ കുറച്ച് പേർ ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയായിട്ട് പലയിടത്തിരുന്ന് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് വർക്കും അങ്ങനെയുള്ള തിരക്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കാണാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് സംസാരിക്കും. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു കേട്ടോ നമ്മുടെ ഓണപ്പരിപാടി. അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ടീമിൻ്റെയും പൂക്കളം കാണാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. പല തീമിലൊക്കെ ആയിട്ട് ഓരോ അത്തപ്പൂക്കളമൊക്കെ വരച്ച് അവരുടേതായ രീതിക്ക് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഉച്ചയ്ക്ക് എല്ലാ കറികളും പായസവും കൂട്ടി ഒരു നല്ലൊരു സദ്യ, അതും എല്ലാവരും കൂടി ഇരുന്നങ്ങ് കഴിച്ചു. പിന്നെ ഈ ഓണമൊക്കെ വരുമ്പോൾ അത്തപ്പൂവിൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ അത് മസ്റ്റല്ലേ. അങ്ങനെ ഞാനും എടുത്തു തരണം. ഫോട്ടോ അല്ല, വീഡിയോ ആയിട്ട് അങ്ങ് എടുത്ത്. ഇത് നമുക്ക് വേണമെങ്കിൽ പരിപാടിയുടെ കൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ പറയാം. പരിപാടിയൊക്കെ കഴിച്ച് ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളെത്തി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതിൻ്റെ ഒപ്പമുള്ള ചെണ്ടമേളം. ഇതോടുകൂടി നമ്മുടെ ഈ കൊല്ലത്തെ ഓണപ്പരിപാടിയുടെ കഴിയാൻ പോവുകയാണ് ഗൈസ്. എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. എല്ലാവരും ഓണം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.